ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. അതിൽ വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് റേഷ്യോ ആയിരുന്നു ഏർണിങ്സ് പെർ ഷെയർ, EPS. എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും തമ്മിലാണ് റേഷ്യോ മേക്ക് ചെയ്യുന്നത് EPSൽ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ് ഡിവിഡൻഡ് പെർ ഷെയർ, ദാറ്റ് ഈസ് DPS, ഡിവിഡൻഡ് പെർ ഷെയർ. അതായത് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബിലോങ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് നെറ്റ് പ്രോഫിറ്റ് ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും കഴിച്ചിട്ടുള്ളത് ആർക്കുള്ളതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്, അല്ലേ? ഹൗവർ എ പാർട്ട് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്സ് ടു ദം ഇസ് റീറ്റെയിൻഡ് ആസ് റിസർവ്സ് ആൻഡ് ഓൺലി ദ ബാലൻസ് ഇസ് പെയ്ഡ് ആസ് ഡിവിഡൻഡ്. അതായത് പ്രിഫറൻസ് ഡിവിഡൻറ്റും ടാക്സും കഴിച്ചിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണ്. എന്നിരുന്നാലും അവർക്ക് മുഴുവനായിട്ടും ഡിവിഡൻഡായിട്ട് കൊടുക്കില്ല. അതിൽ നിന്ന് എന്തായിരിക്കും, ആ നെറ്റ് പ്രോഫിറ്റിലെ കുറച്ച് പോർഷൻസ് നമ്മൾ റീറ്റെയിൻ ചെയ്യും, അതായത് റിസർവ്സിലേക്ക് മാറ്റും. ബാക്കി വരുന്ന പോർഷനാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡായിട്ട് ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടാണ്, സർപ്ലസ് ആണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് പോർഷൻസ് എന്ത് ചെയ്യും, റിസർവ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ബാക്കി പോർഷനാണ് എന്ത് ചെയ്യുക, ഡിവിഡൻഡായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ ഷെയർ ഈസ് നോൺ ആസ് DPS. അതായത് the amount of profit distributed to equity shareholders per share is known as DPS. DPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റാണ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത്. പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്ന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് ആണ്, പ്രോഫിറ്റാണ് എന്ത്, DPS, ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ബൈ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, എത്രയാണോ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമുക്ക് ഡിവിഡൻഡായിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് ഡിവൈഡഡ് ബൈ ഏത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എത്രയാണോ ഇക്വിറ്റി ഷെയർസ് ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, DPS ഈസ് സുപ്പീരിയർ ടു EPS എന്നാണ് പറയുന്നത്. DPS സുപ്പീരിയർ ടു EPS എന്തുകൊണ്ടാണ്? ഇൻ ദ സെൻസ് ദാറ്റ് ദ ഫോർമർ ഷോസ് ദാറ്റ് എക്സാക്ട്ലി റിസീവ്ഡ് ബൈ ഓണേഴ്സ് ആസ് ഡിവിഡൻഡ്. എന്തുകൊണ്ടാണ്? ഓണേഴ്സിന് ശരിക്കും ഡിവിഡൻഡായിട്ട് കിട്ടുന്നത് ഏത് തന്നെയാണ്, ഈ DPS ആണ്. അപ്പോൾ നമുക്ക് EPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്, അവരുടെ ഷെയറിൻ്റെ മുകളിലുള്ള അവരുടെ ഏർണിങ്സ് ആണെങ്കിൽ കൂടി അതിൻ്റെ മുകളിൽ അവർക്ക് ഡിവിഡൻഡായി കിട്ടുന്ന പോർഷനാണ് ഒന്നുകൂടി എന്ത്, സുപ്പീരിയർ എന്ന് പറയുക. ഓക്കെ, അവർക്ക് ഏർണിങ്സ് ആയിട്ട് അവരുടെ കയ്യിലേക്ക് കിട്ടുക ഏതായിരിക്കും, ഡിവിഡൻഡ് പെർ ഷെയർ ആയിരിക്കും. ഓക്കെ, ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഇതിൽ ബാക്കി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു, 5 lakh, 10 രൂപ വെച്ചിട്ട്, അതായത് 50,000 ഷെയർ 10 രൂപ വെച്ചിട്ടാണ് 5 ലക്ഷം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അവിടെ വരുന്നത്. ദെൻ 10% പ്രിഫറൻസ് ക്യാപിറ്റൽ 4 lakh. Then rate of tax 50% of net profit. Then net profit before tax 3,80,000. Then the company declares a dividend of 20% on equity shares. Calculate the DPS, dividend per share കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ നമുക്കിതിൽ പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെയോ ടാക്സിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് എത്രയേ വേണ്ടുള്ളൂ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയണം, അതേപോലെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും അറിയണം. അപ്പോൾ നമുക്ക് നോക്കാം. മൊത്തം
എത്രയാണ്? 20% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷത്തിൻ്റെ 20%, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 5 ലക്ഷമാണ്. 5 ലക്ഷത്തിൻ്റെ 20% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഡിവിഡൻഡ് വരുന്നത്? 1 lakh ഡിവിഡൻഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഡിവിഡൻഡ് കൊടുക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ് വരുന്നത്? ടോട്ടൽ 5 ലക്ഷമാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 10 രൂപ വെച്ചിട്ടാണ് 5 ലക്ഷം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എത്രയായിരിക്കും? 5 lakh ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 50,000 ആണ് എന്ത് വരുന്നത്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വരുന്നത്. സോ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ദാറ്റ് ഈസ് 2 ആണ്. അപ്പോൾ അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിവിഡൻഡ് എത്രയാണ്? 2 രൂപയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ നോക്കാം. നെക്സ്റ്റ് റേഷ്യോ ഈസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മെഷേഴ്സ് the relationship between dividend paid to equity shareholders and the earnings belongs to them. ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമ്മൾ 2 റേഷ്യോ ആണ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് അല്ലേ? ഒന്നെന്താ? ഡിവിഡൻഡ് പെർ ഷെയറും ഏർണിങ്സ് പെർ ഷെയറും. അപ്പോൾ അവിടെ ശരിക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താ? ഡിവിഡൻഡ് പേ ഔട്ട്, അതായത് ഡിവിഡൻഡ് പെർ ഷെയറാണ്. അതായത് മൊത്തം ടാക്സും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിവിഡൻഡും കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ ആണ് അല്ലേ? ആ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നതിൽ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തേ കിട്ടുന്നുള്ളൂ? റീറ്റെയിൻഡ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പോർഷനെ എന്തായിട്ട് കിട്ടുന്നുള്ളൂ? ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത് എന്തൊക്കെ തമ്മിലാണ്? ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് അതും ഏർണിങ്സ് ബിലോങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് നമ്മൾ പെർ ഷെയർ കാണുന്നത് എന്താ? EPS ആണ് അല്ലേ? EPSും അതേപോലെ തന്നെ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഡിവിഡൻഡ് പെർ ഷെയർ. DPSും EPSും തമ്മിൽ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൊത്തം പ്രോഫിറ്റിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നാണ് ഒരു ഷെയറിന് മുകളിൽ എത്ര ഏർണിങ്സ് ഉണ്ടെന്ന് നമ്മൾ EPSിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ EPSിലുള്ളത് മുഴുവനായിട്ടും അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അതിൽ കുറച്ച് പോർഷൻ റിസർവ് ആയി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പോർഷനെയാണ് നമ്മൾ DPS, ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ് എന്ത്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ 2 രീതിയിൽ നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്ത മെയിൻ ഐറ്റം ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും അതേപോലെ EPS കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ബിലോങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് നെറ്റ് പ്രോഫിറ്റ് ബിലോങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ രണ്ടും ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഡിവിഡൻഡ് പെർ ഷെയറിൻ്റെയും ഏർണിങ്സ് പെർ ഷെയറിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് എന്ത്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ഏത് രീതിയിലും കാണാം. ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പം ഇതിൽ പറയുന്നത് ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് റീറ്റൻഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റീറ്റൻഷൻ റേഷ്യോ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ റീറ്റൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 1 - ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ് റീറ്റൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? എത്രത്തോളമാണ് നമ്മളുടെ ഡിവിഡൻഡ് പേ ഔട്ട് എന്നുവെച്ചാൽ മൊത്തമായിട്ട് നമ്മളുടെ EPS ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റീറ്റൻഷൻ റേഷ്യോ ആയിരിക്കും. അപ്പോൾ 1 - ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? റിറ്റൻഷൻ റേഷ്യോ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് DPS ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആർ ഡിഫറൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ഡിവിഡൻഡ് പെർ ഷെയറും ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണ്? സെപ്പറേറ്റ് തന്നെയാണ്.
ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് ഡിവിഡൻഡ്, ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഡിവിഡൻഡ് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മൊത്തം അവർക്ക് കിട്ടേണ്ട ഫണ്ടും ഒരു ഷെയറിന് മുകളിൽ കിട്ടേണ്ട ഫണ്ടും അതേപോലെ തന്നെ അവർക്ക് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഷെയറിന് മുകളിൽ കിട്ടുന്ന ഡിവിഡൻഡും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയുമ്പോൾ ഡിവിഡൻഡ് പെർ ഷെയറും ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ത് തന്നെയാണ്, സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ് നോക്കാം. ദിസ് റേഷ്യോ ഇസ് എ ഗുഡ് മെഷർ ഓഫ് ഡിവിഡൻഡ് പോളിസി ഓഫ് ദ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി മെഷർ ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റേഷ്യോ ആണ് എന്ത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് ടൈംസ് കമ്പനീസ് ഏർണിങ്സ് കവർ ആസ് ഡിവിഡൻഡ്. അപ്പോൾ കമ്പനിയുടെ ഏർണിങ്സ് എത്ര ടൈം ഡിവിഡൻഡ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും മെൻഷൻ ചെയ്യുന്നത് ഏത് റേഷ്യോ തന്നെയാണ്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കവർ എന്ന് പറയുന്നത് ഒരു 2 or 3 ടൈംസ് ഒക്കെ ആണെങ്കിൽ അതെന്താണ്, ഒരു ഐഡിയൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി റേഷ്യോ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പം നമുക്കിതുവരെ, അതായത് നമ്മൾ EPS-ഉം ഡിവിഡൻഡ് പെർ ഷെയർ DPS ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനും എടുക്കാം. അപ്പോൾ നോക്കാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh, 10% preference capital 4 lakh, then rate of tax 50% of net profit, then net profit before tax 3,80,000. Then company declares a dividend of 20% on equity shares. Calculate the dividend payout ratio. Dividend payout ratio calculate ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? നമ്മൾ ഫസ്റ്റ് EPS കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ നെറ്റ് പ്രോഫിറ്റ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 3,80,000 ആണ് ടാക്സും അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻറ്റും മൈനസ് ചെയ്യുന്നതിന് മുൻപേ ഉള്ള പ്രോഫിറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടാക്സ് മൈനസ് ചെയ്യണം. ടാക്സ് എത്രയാണ്, 50%. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 3,80,000 ആണ്. 3,80,000-ൻ്റെ 50% നമ്മൾക്ക് ടാക്സ് മൈനസ് ചെയ്താൽ ബാക്കി എത്ര വരും, 1,90,000 ആഫ്റ്റർ ടാക്സ്. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്തുകൂടി മൈനസ് ചെയ്യാനുണ്ട്, പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് വരുന്നത്, 4 ലക്ഷമാണ് പ്രിഫറൻസ് ക്യാപിറ്റൽ, 10% ഡിവിഡൻഡ്. ദാറ്റ് മീൻസ് 40,000 പ്രിഫറൻസ് ഡിവിഡൻറ്റും വരും. അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും, 1,50,000 ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്, 1,50,000 ആണ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കാനുള്ളത് നോക്കണ്ടേ. അപ്പം മൊത്തം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ട്, 5 ലക്ഷമാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, 20% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 5 ലാക്കിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1 ലാക്കാണ് ഡിവിഡൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ്, 1,50,000 ആണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് എത്രയാണ്, 1 ലക്ഷമാണ്. ഓക്കെ, ദെൻ 1 ലക്ഷം മീൻസ് ഉള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ 20% വെച്ചിട്ട്, അപ്പം 1 ലക്ഷമാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് 1 lakh, ദെൻ ബൈ നെറ്റ് പ്രോഫിറ്റ് ബിലോങ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ, ദാറ്റ് ഈസ് 1,50,000. 2/3 ആണ് ആൻസർ വരിക. ദാറ്റ് മീൻസ് എത്രയാണ്, 66.67% ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് 2 രീതിയിൽ ചെയ്യായിരുന്നു അല്ലേ. എങ്ങനെയാണ്, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ കണ്ടൂടെ. അപ്പം നമ്മൾ തൊട്ട് മുന്നുള്ള പ്രോബ്ലത്തിൽ നിങ്ങൾ നോക്കുക, ഡിവിഡൻഡ് പെർ ഷെയർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 2 ആണ്.
ഏർണിങ്സ് പെർ ഷെയർ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സെയിം എമൗണ്ട് എന്ന് നിങ്ങൾ പ്രീവിയസ് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അത് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ മെൻഷൻ ചെയ്യുന്ന ക്ലാസ് കാണാനായിട്ട്. അതിൽ നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്തിട്ടിരുന്നു 3 ആണ്. എത്രയാണ്? 2/3 തന്നെ. ദാറ്റ് മീൻസ് 23 അല്ല 67 ആണ് ആൻസർ വരിക. ഓക്കെ, ദാറ്റ് മീൻസ് എത്ര തന്നെയാണ് വരുന്നത്? 66.67 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ചെയ്തു. ആൻസർ എന്ത് തന്നെയാണ് വരുന്നത്? 2/3 ആണ്. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ 66.67%, 66.67% ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന പോർഷൻ ദാറ്റ് മീൻസ് 33.33 എന്തായിരിക്കും? കമ്പനി റീറ്റെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ദ കമ്പനി ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി 2/3, ദാറ്റ് മീൻസ് 66.67% ഓഫ് ഇറ്റ്സ് PAT. PAT മീൻസ് എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് കഴിച്ചതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 66.67% ആയിരിക്കും ആസ് ഡിവിഡൻഡ് എമംഗ്സ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. Then this further means that the company has retained, ബാക്കി റീറ്റെയിൻ ചെയ്യുന്നത് 1/3%, ദാറ്റ് മീൻസ് 33.33% എന്തായിരിക്കും? നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ബാക്കി വരുന്ന പോർഷൻ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. റിസർവ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യുന്ന പോർഷനാണ്. ഓക്കെ, അതായത് ഇതിൽ പറയുന്നത് നമുക്ക് 1,50,000 ആണ് പാറ്റ്, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയായിരുന്നു? 1,50,000. അതിൽ 1,00,000 നമ്മൾ ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കി 50,000 നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 50,000 റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പോർഷനാണ് എന്ത് പറയുന്നത്? 33.33% എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയെക്കുറിച്ച് പറയാനുള്ളത്. ലാസ്റ്റ് ഒരൊറ്റ റേഷ്യോ കൂടി വരുന്നുണ്ട്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, അതായത് PE റേഷ്യോ. നോക്കാം, ആ ഒരൊറ്റ കോൺസെപ്റ്റ് കൂടി എന്താ നോക്കാം. ഓക്കെ, ലാസ്റ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ദാറ്റ് ഈസ് PE റേഷ്യോ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആൻഡ് EPS. ഏർണിംഗ് പെർ ഷെയറും അതേപോലെ തന്നെ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസും തമ്മിലാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോയിൽ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് the number of times the EPS is covered by its market price. എന്താ ഇതിൽ പറയുന്നത്? ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് ടൈംസ് ദ EPS is covered by its market price. എത്ര ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? EPS കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഫ് മാർക്കറ്റ് പ്രൈസ് per share is 15 and the earnings per share is 3. മാർക്കറ്റ് പ്രൈസ് 15ഉം ഏർണിങ്സ് പെർ ഷെയർ 3ഉം ആണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ എത്രയായിരിക്കും? 5 ആയിരിക്കും. ദാറ്റ് ഈസ് 15/3. ഓക്കെ, എത്ര ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഏർണിങ്സ് പെർ ഷെയർ കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ 5 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് പ്രൈസിനെ കവർ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് നോക്കാം, ഫ്രം EPS ആൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ക്യാൻ ബി കാൽക്കുലേറ്റ്. എങ്ങനെയാണ്? തിരിച്ചെന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. പ്രൈസ് ഏർണിംഗ് റേഷ്യോയും അതേപോലെ തന്നെ ഏർണിങ്സ് പെർ ഷെയറും തമ്മിൽ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അപ്പോൾ ഈ ഒരു പ്രൈസ് ഏർണിംഗ് റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ് എന്താ നോക്കാം. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഈസ് കൺസിഡേർഡ് ആസ് ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ ഓൺഗോയിങ് പെർഫോമൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഓൺഗോയിങ് പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് എന്ത്? PE റേഷ്യോ. ദാറ്റ് മീൻസ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളമാണ് ഒരു കമ്പനിയുടെ പെർ ഷെയറിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ഏർണിങ്സ്, ഇതാണ് നമ്മൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ദ ഷെയർസ് that have high PE ratio are considered as high growth share.
അപ്പോൾ നമുക്ക് നല്ലൊരു ഹൈ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണെങ്കിൽ അതിനർത്ഥം ആ ഷെയറിൻ്റെ മുകളിൽ അത്രയും നല്ല ഹൈ ഗ്രോത്ത് ഉണ്ട് പർട്ടിക്കുലർ ഷെയറിന് എന്നാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിന് എന്താണ്, ദിസ് റേഷ്യോ ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡിസൈഡിങ് വെദർ ടു ബൈ ഓർ നോട്ട് ടു ബൈ ദ ഷെയർസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണോ അല്ലെങ്കിൽ വാങ്ങിക്കണ്ടേ എന്നുള്ള ആ ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നല്ല റേഷ്യോ ആണെങ്കിൽ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ കമ്പനിയിൽ നിന്ന് ആ പർട്ടിക്കുലർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തായിരിക്കും, നല്ലൊരു ഏർണിംഗ്, ഒരു ഡിവിഡൻഡ് അല്ലെങ്കിൽ ഒരു ഏർണിങ്സ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനും ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്ഫുള്ളാണ്. ദെൻ ജനറലി ഹയർ ദ PE ratio, the better it is. A high PE ratio may indicate that investors expect high dividend growth and are ready to pay a higher price for the share at present. അപ്പം നല്ല ഏർണിങ്സ് ഉണ്ടെങ്കിൽ എത്ര പ്രൈസ് കൊടുത്തിട്ടും ആ ഷെയർ വാങ്ങിക്കാൻ ആര് തയ്യാറായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് തയ്യാറായിരിക്കും. ഇൻ ഷോർട്ട്, ദ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അബൌട്ട് ദ ഏർണിങ്സ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ കമ്പനി. അവിടെ മെൻഷൻ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ്. അവരിപ്പോൾ ഇൻ കേസ് ആ ഒരുപാട് പ്രൈസ് കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്നും ആ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ മുകളിൽ കൂടുതൽ പ്രൈസ് ഏർണിങ്സ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ഏർണിങ്സ് പെർഫോമൻസ് ബെസ്റ്റാണ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ വരുന്നത്. അപ്പോൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏർണിങ്സ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം റേഷ്യോസ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് റേഷ്യോസ് ഇപ്പം പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് നിന്ന് ഈ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് അതിലുള്ള കോമ്പോണൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.